വെൽക്കം ബാക്ക് ടു സുധീസ് കുക്ക് ഹൗസ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം വളരെ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മത്തി അല്ലെങ്കിൽ ചാളയാണ്. അപ്പം നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്നോട് കൂടിയായിട്ടാണ് നമ്മൾ മീൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീനാണോ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അയല പോലെയുള്ള മീനും ഒക്കെ ഇതിന് നല്ലതാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി നമ്മൾ നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 6-7 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഒരു 10-12 ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 4 പച്ചമുളക്, ഒരു മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളി, അതുപോലെ തന്നെ ഒരു അരമുറി തക്കാളി നമ്മൾ നീളത്തിലരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുടംപുളി ഒരു കഷ്ണം കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്നത്. ആദ്യമായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും നല്ലതായി പേസ്റ്റാക്കി അരച്ചെടുക്കുക. അങ്ങനെ നമ്മളിവിടെ നല്ലതായിട്ട് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. മീൻ കറി തയ്യാറാക്കാനായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് 1/4 ടീസ്പൂൺ ഉലുവ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പം ഉലുവയും കൂടി ഒന്ന് പൊട്ടുന്ന സമയത്ത് നമ്മളൊരു 3 വറ്റൽമുളക് നമ്മൾ 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. അപ്പം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചിക്ക് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും കൂടി ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കരിയാതെ നമ്മൾ തീയൊന്ന് മീഡിയത്തിലാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പം പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമ്മളൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് 4 പച്ചമുളകാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പകുതി തക്കാളിയാണ്. ഒരു പകുതി തക്കാളി ചേർത്ത് കൊടുത്താലും മതി, കാരണം നമ്മൾ കുടംപുളിയും ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു തക്കാളി അരച്ചും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളി ഒരുപാട് വയളൊന്നും വേണ്ട, ഒന്ന് മിക്സ് ആയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും മുളകും പേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ നമ്മുടെ ഈ പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പം നല്ലതായിട്ട് എണ്ണയ്ക്കകത്തൊക്കെ കിടന്ന് അതൊന്ന് വഴണ്ട് വരുമ്പോഴാണ് നമ്മുടെ മീൻകറിക്ക് കറക്റ്റ് ആ ഒരു നല്ല ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ മീൻകറിക്കകത്ത് നമ്മൾ മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടാകത്തുമില്ല. അപ്പോൾ ഇത് നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം പറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ അരപ്പിനകത്ത് വെള്ളം കലർത്തി അതുകൊണ്ടാണ് അതിൻ്റെ ഒരു കളർ വ്യത്യാസം വന്നത്. അപ്പോൾ നിങ്ങൾക്ക് അല്ലാതെ ഫ്രഷ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മീനൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മുടെ ആ തിളച്ച ഗ്രേവിയിലേക്ക് നമ്മളൊന്ന് മുക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് കുക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പം തീയൊന്ന് കുറച്ചിടാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ച് പോകും. അപ്പം നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇടാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തവിയിട്ട് ഒരുപാട് ഉടച്ചിളക്കാൻ പാടില്ല, മീൻ കഷ്ണമൊക്കെ പൊടിഞ്ഞു പോകും. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് അരികത്തുനിന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഉപ്പൊക്കെ ഈ സമയത്തൊന്ന് നോക്കിക്കോണം. ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയോ ചെയ്യാവൂ, അല്ലെങ്കിൽ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. അപ്പം നമ്മളിങ്ങനെ ചുറ്റിച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ് നേരം നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വെക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ 2 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഏകദേശം ഇവിടെ റെഡിയാകാറായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ
പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പം നല്ലൊരു മണമൊക്കെയാണ് ഈ സമയത്ത് നമുക്ക് വരുന്നത്. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ നമ്മളിതിൻ്റെ കൂട്ടത്തിലിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ മീൻകറിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഇത് ചോറിൻ്റെ കൂട്ടത്തിൽ വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളാണ്. നിങ്ങളിപ്പം ബാച്ചിലേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ജോലിക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ മീൻകറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് 2 ദിവസത്തേക്കൊക്കെ വെക്കാനൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ മല്ലിപ്പൊടി ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കേടായി പോകത്തുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.